ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂണ് ഗരം മസാലയും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ലത്. ചിക്കനിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ചിക്കനിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഒരു പാകത്തിന് കുക്കായും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. വെള്ളമൊക്കെ വറ്റിയതാ ഇതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട കേട്ടോ. ജസ്റ്റ് ആ ഒരു കടി ഒന്ന് മാറി കിട്ടിയാൽ മതി. ചെറുതായിട്ടൊരു കടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഉള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പച്ച നിറം, അതൊന്ന് മങ്ങിയാൽ മതി കേട്ടോ. അത്രയും വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിർബന്ധമല്ല. ഞാനിപ്പോൾ ഇവിടെ ഒറിഗാനോ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയുടെ ഒരു പശയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബണ്ണിനെ നമുക്ക് ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടും ഒരേ വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മുഴുവൻ ബണ്ണും ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബണ്ണ് എടുക്കുക. ബണ്ണിൻ്റെ അടിവശവും മുകൾ വശവും തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അത് എടുത്തിട്ട് ഇതിൻ്റെ നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സോസിൻ്റെ മുകളിൽ ആ ഒരു നടുഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അത് സൈഡിലേക്കൊന്നും ആവാതെ ഇതുപോലെ നടുഭാഗത്തായിട്ട് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് സോസും അതുപോലെ ചിക്കനും വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചീസിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീസൊക്കെ നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചീസ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചീസൊക്കെ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചീസിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബണ്ണിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പശ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. കുറേശ്ശെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എല്ലാ സൈഡും ഒന്നും ഒട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് വേറിട്ട് പോരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പശ ആക്കി കൊടുത്താൽ മതി, മൈദ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മറ്റേ മുകൾ ഭാഗത്തുള്ള ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വിരൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നന്നായിട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഉണ്ടയായിട്ടുള്ള ബണ്ണുണ്ടല്ലോ അതിങ്ങനെ കുറച്ചൊരു ഫ്ലാറ്റായിട്ടും കൂടെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഞാനിതാ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കോളും. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി നമ്മൾ ഓരോ ബണ്ണും എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടില്ല, അതിൽ ഒന്ന് എല്ലാ സൈഡും ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. ബണ്ണ് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കുക കേട്ടോ. കാരണം മുട്ടയായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഉൾഭാഗമൊന്നും ഇതിൻ്റെ വേവാനില്ല. ഉൾഭാഗത്ത് ആ ഒരു ചീസ് മാത്രമേ മെൽറ്റ് ആവാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതൊരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സാവധാനം ഇതൊന്ന് മൊരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ഉൾഭാഗത്തുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ടും വരണ്ടേ, അപ്പോൾ അതിനുള്ള സമയം കൊടുക്കാം. എന്നിട്ട് അടിവശം 2 സൈഡും റെഡിയായി വന്നതിന് ശേഷം പിന്നെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് പാനിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ആ ഒരു മുട്ടയുടെ പച്ച മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും അതുപോലെ ചുറ്റുഭാഗമൊക്കെ എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് ഒന്ന് മൊരിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയുള്ള ബണ്ണ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ചീസൊക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്